നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുൻപ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ്. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബോട്ടം വന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് സോർഡ്സ്, ദ സ്റ്റാർ, ഡെത്ത്, the Hierophant, Nine of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ സജീവമാണ്. ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കണമെന്നും കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറയണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാനുള്ള ഒരു പുതിയ ഊർജം അവർക്ക് ലഭിക്കുന്നുണ്ട്. ദ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും വെളിച്ചവുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് സമാധാനവും സന്തോഷവും തോന്നാറുണ്ട്. ദ സ്റ്റാർ കാർഡ് അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. മുൻപ് പ്രണയത്തിൽ എന്തെങ്കിലും അകൽച്ചയോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം മനോഹരമാകണമെന്നും വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഏസ് ഓഫ് വാൺസ് കാർഡ് നിങ്ങളോട് തോന്നുന്ന തീവ്രമായ പ്രണയവും അടക്കാനാവാത്ത ആകർഷണവുമാണ് കാണിക്കുന്നത്. ഈ ബന്ധത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് സോർഡ്സ് കാർഡ് ഈ കാർഡ് ബന്ധത്തിൽ മുൻപുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ വ്യക്തത വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്നു പറയാനും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനും അവർ രാത്രികളിൽ ചിന്തിക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അവസാനിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രണയം അടുത്തൊരു തലത്തിലേക്ക് മാറാൻ പോകുന്നതിൻ്റെ മാറ്റങ്ങളോ ആകാം അവർ ചിന്തിക്കുന്നത്. ദ ഹെയറോഫന്റ് ഈ ബന്ധത്തിന് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അംഗീകാരം വേണമെന്നും പരമ്പരാഗതമായ രീതിയിൽ ഈ പ്രണയം വിവാഹത്തിലേക്ക് എത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചിന്തകളാണ് അവർക്കുള്ളത്. നയൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് അവർ ആഗ്രഹിച്ച പ്രണയ പങ്കാളിയെ തന്നെയാണ് ലഭിച്ചതെന്ന ഒരു വലിയ സംതൃപ്തി അവരുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തിക്കൊപ്പം ജീവിക്കാൻ സാധിച്ചാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യമായിരിക്കും അത് എന്ന് അവർ രാത്രികളിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ബോട്ടം കാർഡായി കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് പറയുന്നത് പ്രണയത്തിൽ തിടുക്കം കൂട്ടി കാര്യങ്ങൾ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായുള്ള ഒരു ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രതയും അടിത്തറയും വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പതുക്കെയാണെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാക്ടിക്കൽ പ്ലാനുകളാണ് അവരുടെ മനസ്സിലുള്ളത്. ചുരുക്കത്തിൽ നിങ്ങളുമായി ഒരു പുതിയ തുടക്കം, പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റൽ, ബന്ധത്തെ വിവാഹത്തിലേക്ക് എത്തിക്കുക, ഒപ്പം സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നിവയാണ് അവരുടെ രാത്രികാല ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.